ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതിക്ക് സാക്ഷ്യങ്ങളുടെ എണ്ണം കൂടുന്നത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസം 3 തരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ലെവലിൽ വിശ്വാസം ഒരു തരത്തിലാണ് മനുഷ്യർ പൊതുവെ പ്രകടിപ്പിക്കുന്നത്. എങ്ങനെയാണത്? പ്രാർത്ഥനയായിട്ട്. ഉടമ്പടിയിൽ വരുമ്പോൾ വിശ്വാസം 3 തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത്: പ്രാർത്ഥന, പ്രയോഗം, പിന്നെ പ്രഖ്യാപനം. പ്രയോഗത്തിന് ബൈബിളിൽ നല്ല ഒത്തിരി അനുഭവങ്ങളുണ്ട്. വളരെ സൈലൻ്റായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് ബൈബിളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രക്തസ്രാവക്കായ രോഗിയുടെ കാര്യം മാത്രം എടുത്താൽ മതി. അവളൊരു അക്ഷരം, ഹീസ് നോട്ട് അട്ടറിങ് എ സിംഗിൾ വേർഡ്, ഒരക്ഷരം പറയണില്ല. പക്ഷേ വിശ്വാസം അത് ഉള്ളിലാണ് ഇരിക്കുന്നത്, അത് വിചാരമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ആക്ഷനിൽ, പ്രവൃത്തിയിൽ അത് പ്രയോഗിക്കുന്നുണ്ട് ഉള്ളിലിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് 8:48 വായിച്ചേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 8:48. ലൂക്ക 8:48. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. അവളെ രക്ഷിച്ചത് എന്താണ്? അവളുടെ വിശ്വാസം. അപ്പോൾ വിശ്വാസം ഉണ്ട് ആളിനെ. പക്ഷേ ഹീസ് നോട്ട് പ്രേയിങ്, ഒന്നും ചെയ്യണില്ല, ആൾ പ്രാർത്ഥിക്കണില്ല. പിന്നെ അവൾ എന്താണ് ചെയ്തത്? വിശ്വാസം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? അത് പറയുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9:21. മത്തായി 9:21. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. മത്തായി 9:21 പറഞ്ഞ അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. ഉള്ളിൽ വിചാരിച്ചിരിക്കുകയാണ്, പുറത്ത് പറയുന്നില്ല, ശബ്ദമില്ല. അതിനെ ഒരു വിചാരം മാത്രമായി. വിശ്വാസം ഒരു വിചാരം മാത്രമായി നിലനിന്നുകൊണ്ട് തന്നെ ശബ്ദമില്ലാതെ പ്രയോഗത്തിലൂടെ അവളത് പ്രകടിപ്പിക്കണ കാണാം. 8:46 എടുത്ത് ലൂക്കാ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 8:46.
യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈശോയിൽ നിന്ന് എന്താണ് നിർഗമിച്ചത്? ശക്തി. അതെങ്ങനെയാണ് നിർഗമിക്കാൻ കാരണം? ആരോ എന്നെ സ്പർശിച്ചു. ഈശോനെ നമുക്ക് പലതരത്തിൽ സ്പർശിക്കാം. ഈശോയുടെ ഹൃദയത്തെ സ്പർശിക്കാം, ശരീരത്തെ സ്പർശിക്കാം, ഈശോയുടെ സാന്നിധ്യത്തെ സ്പർശിക്കാം. ഇത് എല്ലാം ഇതിൻ്റെതായിട്ടുള്ള, ഇപ്പോൾ ഒരു വിധവ ചില്ലിക്കാശിട്ടില്ലേ, ആ ഒരു വിധവ ശ്രീഭണ്ഡാരത്തിൽ ഈശോ ഇരിക്കണ സമയത്തൊരു വിധവ കൊണ്ടുവന്ന് ഒരു പൈസയ്ക്ക് തുല്യമായ ഒരു ചില്ലി തൊട്ടിട്ട് അപ്പോഴേ ഈശോ എഴുന്നേറ്റു. എന്താ പറഞ്ഞത്? എല്ലാവരെയും കൂടുതലായി അവളെ നിക്ഷേപിച്ചിരിക്കുന്നു. ലൂക്ക 21 അധ്യായം 2-3 തിരുവചനങ്ങൾ. ലൂക്ക 21:2-3. ദരിദ്രയായ ഒരു വിധവ, ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ആ വിധവ ഈശോയുടെ ശരീരത്തെ സ്പർശിക്കുന്നില്ല, പിന്നെ എവിടെയാണ് സ്പർശിക്കുന്നത്? ഹൃദയത്തെ, മനസ്സിനെ സ്പർശിക്കുക. നമ്മുടെ ചില പ്രവൃത്തികൾ ഈശോനെ എവിടെയാണ് സ്പർശിക്കുന്നത്? മനസ്സിലാണ് സ്പർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഈശോനെ എവിടെയാണ് സ്പർശിക്കുന്നത്? മനസ്സിലാണ്. അതെപ്പോഴും അറിയണം. നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഇത് ഭയങ്കര ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ അഖിൽ ജോസഫിൻ്റെ സാക്ഷ്യം നിങ്ങളത് നോക്കണം. നല്ല സൂപ്പർ സാക്ഷിയാണ്. എല്ലാ സാക്ഷ്യങ്ങളും സൂപ്പറാണ്. ചില സാക്ഷിക്ക് ചില പെക്കൂലിയർ ഫീച്ചേഴ്സ് ഉണ്ടാവും. അഖിൽ ജോസഫ് പറയണത് അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ വിസ ആദ്യം ബ്ലോക്ക് ചെയ്യും, റിജക്റ്റ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കൻ വിസ റിജക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരിക്കലും കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ കോൾ ഫോർ ചെയ്യണത്, ഒരു ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യണത് 6 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇനി തൻ്റെ ജോലി തൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഇവന് ഇമെയിൽ വരും വിസ ഇൻ്റർവ്യൂവിന്. അത്രയും സ്പീഡാണ്. ടൈം ഷോർട്ടനിങ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കത്തില്ല, നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ടൈം ഷോർട്ടനിങ് എന്ന് പറയണത് ഇപ്പോൾ അമേരിക്കൻ വിസ കിട്ടുന്നതിന് നിയമപരമായിട്ട് നിങ്ങൾക്കറിയാം, റിജക്റ്റായി കഴിഞ്ഞാൽ എല്ലാവരും തലേ കൈ വെച്ചുകൊണ്ട് നടക്കേ ഉള്ളൂ. കാര്യം ഒരിക്കലും അത് സ്കാൻ ചെയ്ത് സ്ക്രൂട്ടണി ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങളെ അവരാ രാജ്യത്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാലത്ത് ഇത് കുറച്ചുകൂടി കർക്കശ്യമായി. അപ്പോഴേ അങ്ങനെ വന്നപ്പോഴേ ഇത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ആകപ്പാട് പിന്നെയുള്ള സാധ്യത എന്താണ്? അഖിൽ ജോസഫിന് മനസ്സിലായി ഉടമ്പടിയാണ് പിന്നെ ഉള്ളൊരു സാധ്യത. അമ്മ തന്നെ ഈ വിഷയം നേരിട്ടെടുക്കണം. ഫയല് അമ്മയെ ഏൽപ്പിക്കുന്നത് തുല്യമാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ആ സാക്ഷി നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവാതെ പുള്ളിക്കാരൻ വന്ന് ശക്തമായ രീതിയിൽ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ആക്ടിവേറ്റ് പുള്ളിക്കാരൻ അത് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈം ഷോട്ടിന് സമയച്ചുരുക്കം പ്രാപിച്ചിട്ട് ഇയാളെ അങ്ങോട്ട് വിളിക്കും ഇൻ്റർവ്യൂ വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സാകും. പിന്നെ പെട്ടെന്നാണ് ഇൻ്റർവ്യൂ പാസ്സാകുന്നത്. അതായത് അമ്മ ഫയലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അതായത് എന്തെങ്കിലും ഒരു അനക്കം ഉടമ്പടിക്ക് ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പഴയ ആൾക്കാരായിരിക്കരുത്. അത് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം. അത് ശരി, നിങ്ങൾ വിചാരിക്കുക സ്വാഭാവികമായിട്ട് വിളിച്ചതായിരിക്കും. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും. ഇങ്ങനെയാണ് ഈ പൊട്ട മനുഷ്യർക്ക് സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ പെട്ടെന്ന് കോൾഫർ ചെയ്യുമ്പോൾ അമ്മ ഇടപെടുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒന്ന് നോട്ട് ബൈ മിനിറ്റിലായിരിക്കും അത് വർക്ക് ചെയ്യണത്. 2 ടൈം ഷോർട്ടറിങ് ഉണ്ടാവും, പിന്നെ ലൈറ്റ് ബൈൻഡിങ് ഉണ്ടാവും, പിന്നെ അങ്ങനെ 4 ഫോർമാറ്റ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഉടമ്പടി പ്രോഡക്റ്റാണെന്ന്, ഉടമ്പടിയുടെ ഇഫക്റ്റാണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണത്? നോട്ട് ബൈ മെറിറ്റ്, അതായത് നമ്മുടെ യോഗ്യതയില്ല, പക്ഷേ നമുക്ക് കൃപയാൽ നമ്മൾ വിളിക്കപ്പെടുന്നു. പിന്നെ എന്താ? ടൈം ഷോർട്ടനിങ്, നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സമയച്ചുരുക്കം പ്രാപിക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് അമ്മയാണ് അടുത്ത ഈ ലൈനിൽ നിൽക്കണം, നമ്മളല്ല. നമ്മളെ മാറ്റിയിട്ട് അമ്മ ഡയറക്റ്റ് വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും. ഡയറക്റ്റ് വിഷയം കൈകാര്യം തുടങ്ങാനില്ല. നമുക്ക് ഉടമ്പടിന് ശേഷം നമുക്ക് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ്
പണ്ട് ഒരു 6 മാസം കൂടുമ്പോൾ 2-3 സാക്ഷ്യമാണ് സഞ്ചാരി മാതാവിൻ്റെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴ് ആഴ്ചയിൽ ഒരു ദിവസം 1-2 വെച്ച് എല്ലാ ദിവസം പ്രതി സഞ്ചാരി മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. സഞ്ചാരി മാതാവ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നി എന്നാ സഞ്ചാരി മാതാവ് നിനക്കറിയാമല്ലോ. അത് നമ്മളെ കൃപാസനത്തിന് വണങ്ങുന്ന അമ്മ ആരാണ്? വാഗ്ദാന പേടകമാണ്. നമ്മൾ ലുത്തീനിയയിലുണ്ട് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അഭിഷേകമേ. പക്ഷേ ലോകത്തിലോടത്തിൽ വാഗ്ദാന പേടകമായിട്ട് അമ്മയെ വണങ്ങുന്ന സ്ഥലങ്ങൾ കുറവാണ്, വളരെ ചുരുക്കി. ഞാൻ യൂട്യൂബിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു സ്ഥലമോ മറ്റോ ഉണ്ട്. അത് ഈ രീതിയിലല്ല, ഇല്ലെന്ന് തന്നെ പറയാം. ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഉടമ്പടി ഇരിക്കുന്നത് വാഗ്ദാന പേടകത്തിലാണ്. അങ്ങനെയാണ് മനസ്സിലായത് കൃപാസനത്തിലെ അമ്മ വെളിവാകപ്പെട്ടിരിക്കുന്നത് വാഗ്ദാന പേടകമായിട്ടാണെന്നാണ്. വാഗ്ദാന പേടകത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതായത് വാഗ്ദാന പേടകം ഒരു വ്യക്തി, അതിൻ്റെ ഒരു മെക്കാനിസം ഇതാണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ കർക്കശ്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 15:7 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. That's okay. നിങ്ങളൊന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വാഗ്ദാന പേടകത്തിൻ്റെ മെക്കാനിസം അങ്ങനെയാണ്. എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ വചനം അവൻ പറയണത് പോലെ ചെയ്യണം. പക്ഷെ ഒരു പ്രോബ്ലം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ എവിടെയാണ് നമുക്ക് ഫ്ലോപ്പ് സംഭവിക്കുന്നത്, എവിടെയാണ് നമുക്ക് മാർക്ക് പോകണമെന്ന് നിങ്ങൾ അറിയണം. ഞാനിപ്പോഴേ ഇവിടെ അല്ലേ എല്ലാ ദിവസവും യൂത്തിനോട് സംസാരിക്കും. കാരണം യൂത്തിനെ അവർ ഇപ്പോൾ IELTS, MOH, HAD, PSC, UPSC ഒക്കെ എഴുതാൻ വന്ന കുട്ടികൾ എങ്ങനെയായാലും 10-30 കുട്ടികൾ ഒരു ദിവസം ഉടമ്പടി അച്ഛനെ കാണാൻ വരും. അപ്പം ഞാൻ അവരെ ബൾക്കായിട്ട് അവരോട് സംസാരിക്കും. അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ എന്താ അവരോട് സംസാരിക്കണമെന്ന് അറിയാമോ? നിങ്ങൾ കൃപയുടെ ലീക്കേജുകൾ ബ്ലോക്ക് ചെയ്യാൻ പറയും. കൃപയുടെ ലീക്കേജുകളെ ബ്ലോക്ക് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റണ ഒരു അബദ്ധം അതാണ്. ദൈവം നമുക്ക് കൃപ തരാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഓട്ടക്കുടത്തിൽ നമ്മൾ വെള്ളം കോരത്തില്ലേ, ഓട്ടക്കുടത്തിൽ വെള്ളം. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ഒരു വെളിച്ചെണ്ണ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചോ. ആ കടയിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ടെയ്നറിൽ നിന്ന് വെളിച്ചെണ്ണ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പറയും നീ പാത്രം മാറ്റാൻ പറയും ഇല്ലേ. അതുപോലെ കൃപ നിങ്ങൾക്ക് തരുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ കൃപയുടെ പാത്രം, ദൈവം പാത്രം തന്നെയാണ് വിളിക്കണത്. ദൈവം നമ്മുടെ വ്യക്തിയെ, ആത്മാവിനെ, നമ്മുടെ നേച്ചറിനെ, നമുക്കറിയാം കൃപ എന്താണ്? ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ. നമ്മുടെ പ്രകൃതിയിലാണ്. നമുക്ക് കൃപയ്ക്ക് സ്വീകാര്യമായ ഒരു പ്രകൃതി നമുക്കുണ്ടാവണം. നമ്മളെപ്പോഴും യുദ്ധം ചെയ്യണത് പ്രകൃതിയോടാണ്. നമുക്ക് കൃപ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവ സവിശേഷത നമ്മൾ ആർജിക്കേണ്ടി വരും. സുവിശേഷ വിഹിതമായിട്ട് നമ്മൾക്കൊരിക്കലും പഴയ ആളായിട്ടിരിക്കാൻ പറ്റത്തില്ല. പഴയ ആളായിട്ട് നിങ്ങൾ പഴയിരിക്കുക. ഇപ്പോൾ പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ലൈംഗിക സൂക്ഷ്മതക്കുറവ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേച്ചർ, പഴയ നേച്ചർ തന്നെ, ലോകാരൂപിയുടെ നേച്ചർ, ജഡത്വമാണ്. ഇതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല കൃപ. ഞങ്ങൾ നിങ്ങളോട് മദ്യപാനം ഉപേക്ഷിക്കണമെന്നൊന്നും പറയത്തില്ല. എന്താ കാര്യം? ഞങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ക്രമീകരിച്ചിരിക്കും. നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി. ആ നിങ്ങളുടെ മനസ്സ് ഉടമ്പടി ധ്യാനങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ തന്നെ നിങ്ങളെ കിളച്ച് വളവിടാൻ പറ്റുന്ന രൂപത്തിൽ, 100 മേനിക്ക് അയക്കാൻ പറ്റുന്ന രൂപത്തിൽ റീചേഞ്ച് ചെയ്യും. കാര്യം ഗ്രേസ് ബിൽട്ടപ്പ് ഓൺ നേച്ചറാണ്. നേച്ചർ എന്ന് വെച്ചാൽ കൃപ എപ്പോഴും ദൈവശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് ദൈവം കൊടുക്കുന്നത്. പ്രകൃതിയോ വാട്ട് ഈസ് നേച്ചർ? ദാറ്റ് ഈസ് ഹാബിറ്റ്സ്. ഒരു നേച്ചറിൻ്റെ ദ ടോട്ടാലിറ്റി ഓഫ് ദി ഹാബിറ്റ്സാണ് നേച്ചറായിട്ട് വരുന്നത്. നമ്മുടെ മുഴുവൻ ശീലങ്ങളുടെ ആകത്തുകയാണ് നമുക്ക് പ്രകൃതിയായിട്ട് വരുന്നത്. വാട്ട് ഈസ് ഹാബിറ്റ്സ്? ഹാബിറ്റ്സ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ. വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, തുടരെ സംഭവിക്കുന്ന ശീലങ്ങളെ
ഹാബിറ്റ്സ് എന്ന് പറയും. അത് അത് മോശം ശീലങ്ങളാണെങ്കിൽ ദുശ്ശീലങ്ങളാണെന്ന് പറയും. ഇപ്പം ദുശ്ശീലങ്ങളുള്ളവരിൽ ഒരിക്കലും കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് വചനം വളരെ സൂക്ഷ്മതയാണ്. ഇപ്പം എന്തെങ്കിലും ദുശ്ശീലങ്ങളുണ്ടോ, ആ റെക്കർ ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അത് ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ്. റെക്കർ ചെയ്യുന്ന, ഡു യു ഹാവ് എനി റെക്കറിങ് ബാഡ് ഹാബിറ്റ്സ്? നിങ്ങൾക്ക് ഇത് റെക്കർ ചെയ്യുന്ന, വല്ലപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ആവർത്തിക്കപ്പെടുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. എങ്കിലേ നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ പ്രകൃതി കൃപ സ്വീകരിക്കാൻ പറ്റുന്നതല്ല, ഉടമ്പടി ഉടയാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം കൃപ ആർജിക്കാൻ ആവശ്യമായ ഒരു നേച്ചർ പ്രകൃതി എന്നിൽ സംജാതമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങ് പരുവപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ, ഉടനടി പരിഹാരമേകും അവർ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായി. ഇത് ലീക്കേജാണ്. അതായത് ഇത് കൃപ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നഷ്ടപ്പെടാൻ, ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ലീക്കേജുകളാണ്. ഇത് ബ്ലോക്ക് ചെയ്യണം നമ്മൾ. ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കണില്ലേ, അപ്പോൾ അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ അവരോട് ഞാൻ പറയും, മക്കളെ എഡ്യൂക്കേഷൻ നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇൻ്റലിജൻ്റായിട്ട് വേണം വിശ്വാസം ഒരു ഇൻ്റലിജൻ്റ് അഫെയറാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഫെയ്ത്ത് ഈസ് നോട്ട് എൻ ഇമോഷണൽ അഫെയർ. അത് ഇൻ്റലിജൻ്റ്, ബുദ്ധിപരമായ ഒരു വിനിമയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, അതിന് ഈ വൈകാരികമായ ഒരു വിനിമയമല്ല, ബുദ്ധിപരമാണത്. ഞാൻ അപ്പോൾ മക്കളോട് പറയും, ഞാൻ ദൈവത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ ഇൻ്റലക്റ്റായിട്ട് ഇടപെടണം. എന്താ കാര്യം? ഇപ്പം നിങ്ങളിപ്പോൾ ഒരു IELTS, MOH, അതൊക്കെ പഴയ, അല്ലെങ്കിൽ PSC എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടിയിൽ നിൽക്കുകയാണ്. ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി പ്രകാരം പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അല്ലേ? പരിശുദ്ധ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ട്, ഒക്കെ ശരി. നിങ്ങൾ സൗമ്യത പാലിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ ജീവിക്കുന്നുണ്ട്, ഇതൊക്കെ ശരി. പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അറിയാം. എന്താണ് ദൈവത്തിന് അറിയാവുന്നത്? നിങ്ങൾ ഈ പരീക്ഷക്കാലം കഴിയുമ്പോൾ പഴയ ആൾക്കാരായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നറിയാം. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇതാണ് പ്രശ്നം. ഇൻ്റലിജൻ്റ് എന്ന് പറയാം. ഫെയ്ത്ത് ഇൻ്റലിജൻ്റായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ലീക്കേജാണ്. ഇത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള മുൻവിധിയുണ്ട്. അതായത് ഈ അഭ്യാസവും ഈ പ്രാർത്ഥനയൊക്കെ കാണിക്കുന്നത് വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ്, തൽക്കാലം ജയിച്ചു കയറാൻ വേണ്ടിയുള്ള ഉടായ്പാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും. തനി സ്വഭാവം, അതാണ് ലീക്കേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ തനി സ്വഭാവം, കണ്ടത്തടിക്ക് മുണ്ടത്തടി, അപ്പൻ്റെ അടുത്ത്, നിങ്ങൾക്കറിയാമില്ല, നമ്മൾ നാട്ടുകാരുടെ കടത്തിലൊന്നും കയറണ്ട, അവർ ഇങ്ങനെ പെടറി ഞൊട്ടിക്കൊണ്ട് പോകും. നിങ്ങളുടെ കാര്യം നിങ്ങൾ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് അറിയാൽ മതി, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. ദാറ്റ് ഈസ് യു. സ്വന്തം അമ്മയോട് എന്താ നിങ്ങൾ പെരുമാറണത്, അല്ലെങ്കിൽ സ്വന്തം അമ്മമ്മയോട് അപ്പനോട് എന്താ പെരുമാറണത്, അതാണ് നിങ്ങൾ. അതെൻ്റെ അപ്പനല്ലേ എൻ്റെ അമ്മയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്തും പറയാനോ എന്തും ചെയ്യാനോ. ദാറ്റ് ഈസ് നിങ്ങൾ. അതാണ് ഇപ്പോൾ ദൈവം അസസ് ചെയ്യുമ്പോൾ അതാണ്. അപ്പൻ ചിലപ്പോൾ ക്ഷമിക്കും, അമ്മയെ ക്ഷമിക്കും. കാര്യം നിങ്ങളെ പെറ്റ് വളർത്തിയ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്കുള്ളത് കൊണ്ട് അവർ ക്ഷമിക്കാൻ മാർഗ്ഗമില്ലല്ലോ, അതുകൊണ്ട് അവർ മിണ്ടത്തില്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ മാത്രമേ ഈ പണിക്കിറങ്ങാവൂ. മനസ്സിലായില്ലേ? 15-14 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:14. യോഹന്നാൻ 15:14. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത്. അല്ല, ചെയ്യുന്നെങ്കിൽ. ഉടമ്പടിയാണ് സംഭവം. ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞെങ്കിലേ
നിങ്ങൾക്ക് വേണമെങ്കിൽ വചനം അവിടെ ഇരുന്നുകൊണ്ട് 3000 പ്രാവശ്യം ചെല്ലിയാൽ മതിയായിരുന്നു. വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പൊ എൻ്റെ സ്നേഹിതരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? എൻ്റെ സ്റ്റാറ്റസ് എന്താണ്? പൗരോഹിത്യത്തോട് കാണിച്ച ഒരു ശുശ്രൂഷ ജീവിതമാണ് എൻ്റെ സ്റ്റാറ്റസ്. ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ സ്റ്റാറ്റസ് അതാണ്. ഞാൻ വളരെ നീതി പുലർത്തി ഇത്രയും നാൾ ജീവിച്ച ഒരു ജീവിതമാണ്. അതാണ് എൻ്റെ സ്റ്റാറ്റസ്. നിങ്ങളുടെ ജീവിതം എന്താ? നിങ്ങളുടെ ദൈവവിളി, കുടുംബജീവിതം, അതിനോട് നീതി പുലർത്തി കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ അതാണ് 15:7. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആയിച്ചോളൂ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ പ്രധാനപ്പെട്ട വാക്യതാണ് ഈ വചനത്തിൽ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും. ഇവിടെയാണ് വിഷയം. ഇതാണ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയുന്നത്. ഈ ദൈവം എന്താ നോക്കണത്? ഈ വസ്തു വിൽക്കണ വരെ മാത്രമേ ഇവള് ഇങ്ങനെ കറങ്ങി ദൈവത്തിന് ചുറ്റിപ്പറ്റി നടക്കത്തുള്ളൂ. ഭർത്താവിൻ്റെ വെള്ളവടി മാറണ വരെ മാത്രമേ ഇവളിങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റിപ്പറ്റി രോഗികളെ കാണുകയും എന്നൊക്കെ ചെയ്ത് നടക്കുകയും ചെയ്യുന്നല്ലോ. അത് കഴിഞ്ഞാലുള്ള നിൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കർത്താവിനടുത്തുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ പൊഴിടാൻ പറ്റത്തില്ല. നിങ്ങളകപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ അതായത് ഇൻ്റലിജൻ്റ് ആയിരിക്കണം ഈ വിഷയത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? കർത്താവേ, ഈ കടന്നാലും ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കും. കൈയടിച്ച് കർത്താവ് ഫലം പുറപ്പെടുവിക്കുവാൻ സ്നേഹത്തിൽ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേക വാവാ സ്നേഹരാജാവേ എന്നുള്ളിൽ വാവാ സ്നേഹത്തിൽ പൂനിലാവേ എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണ്? കർത്താവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുക, അല്ലേ? കർത്താവിൻ്റെ മനസ്സിനെ അതായത് രക്തസ്രാവക്കാര രോഗിയെ കർത്താവിനെ പ്രസാദിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ടല്ല, പിന്നെ എന്താണ്? പ്രയോഗം കൊണ്ടാണ്. അവളെന്താ പ്രയോഗിച്ചത്? അവൾ പിന്നിലൂടെ വന്ന്, നമുക്കറിയാമല്ലോ, ദൈവത്തിനെ സമീപിക്കുന്നവർ മുമ്പിൽ വരണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. ദൈവത്തിന് മുമ്പും പറവൊന്നുമില്ല. ദൈവം മനസ്സിലായില്ലേ? പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൾ ശബ്ദിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ഉള്ളിൽ മത്തായി 9:21 പറയും പോലെ ഉള്ളിൽ വിചാരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വിശ്വാസം വിചാരത്തിൻ്റെ രൂപത്തിൽ അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഉള്ളിലുണ്ടായിരുന്ന വിചാരത്തെ വളരെ നിശബ്ദമായി അവൾ പ്രയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. ഈ പ്രയോഗം ഏറ്റവും കൂടുതലുള്ള ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രയോഗമുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്വസ്ഥം. സാക്ഷ്യത്തിലെ സ്റ്റെഫിയാണ്, സ്റ്റെഫി തൃശ്ശൂരെ. അവിടെ വിഷയം, അവർ പ്രഗ്നൻ്റായി. അപ്പോൾ അതായത് അവൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്റ്റെഫിയുടെ വയറ്റിലൊരു മുഴ, കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, ഗർഭത്തെ ശിശുവിൻ്റെ, കുട്ടിയുടെ തലയിൽ മുഴ. അപ്പോൾ ഡോക്ടറിൻ്റെ ഉപദേശം എന്താണ്? ഇതിനെ എടുത്ത് കളയുക, വേറെ മാർഗമൊന്നുമില്ല. ഇനി ജനിച്ചാൽ തന്നെ അത് വല്ല ബുദ്ധിമാന്യമോ ഉള്ള വൈകാല്യമുള്ള കൊച്ചാകും. കാര്യം കൊച്ചിൻ്റെ അമ്മയുടെ വയറ്റിൽ മുഴയുണ്ട്.
അപ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒക്കെ ഒത്തിരി പ്രോബ്ലംസ് വരും. അല്ലാതെ തന്നെയുള്ള ഭക്ഷണ പ്രശ്നങ്ങളൊക്കെ എല്ലാം വരും. പിന്നെ എന്താ, കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, പിന്നെ തലയിൽ മുഴ. അപ്പോൾ അത് ചാപിള്ളയായിട്ട് ജനിക്കും, അല്ലെങ്കിൽ ജനിച്ചാൽ തന്നെ കുട്ടിയെ കിട്ടാൻ മാർഗമില്ല. അപ്പോൾ എന്നിട്ട് സ്റ്റെഫി വിശ്വാസത്തെ വിട്ടുപോകണില്ല. നമ്മുടെ ഈ ഉടമ്പടി ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ ശരിക്കും, അതായത് പല ആൾക്കാരുടെയും വിശ്വാസം പെട്ടെന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലായി, പെട്ടെന്ന് PDC ആയി, പെട്ടെന്ന് വിശ്വാസം ഡിഗ്രിയായി, പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പെട്ടെന്ന്. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാസ്സായി പോണ കേൾക്കാം. ഓൾ പ്രൊമോഷനല്ല, ശരിക്കും. അതായത് ഒരു വിഷയത്തെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം, അതാണ് നമ്മുടെ ഇവിടെ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറയുന്നത് എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം ഇൻ ദ ബേസിസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു വിഷയം ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് അതിൽ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യും. അതൊരു കഴിവാണ് ശരിക്കും. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അത് പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് പ്രോബ്ലത്തെ നിങ്ങൾ അലയണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവം പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യും. ഫെയ്ത്ത് അപ്ഗ്രേഡേഷൻ സംഭവിക്കും. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് 0 ഫെയ്ത്തായിട്ടിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളത് ദൈവത്തിൻ്റെ ഫോർമാറ്റിൽ കൊണ്ടുവരുന്നില്ല, ബുദ്ധിയുടെ ഫോർമാറ്റിൽ കൈകാര്യം ചെയ്താലും 0 ഫെയ്ത്താണ് റിസൾട്ട്. അച്ഛൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇപ്പോൾ സ്റ്റെഫി, ഇപ്പോൾ ഡോക്ടർ എന്താ പറയണത്? ഡോക്ടർ ഇൻ്റലക്ച്വൽ ഫോർമാറ്റാണ് അത് ഉപയോഗിക്കുന്നത് ബുദ്ധിപരമായിട്ട്. അത് ആ കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയണത്. കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല, ഇറ്റ് ഈസ് ബെറ്റർ ടു അബോർട്ട്. ആ വൈദ്യശാസ്ത്രം അങ്ങനെ ചെയ്യത്തുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു റിസ്ക് അവരെടുക്കത്തില്ല. കാര്യം അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ രാഷ്ട്രത്തിന് 2-3 പ്രശ്നങ്ങളാണ്. അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം നോൺ പ്രൊഡക്റ്റീവ് ആകും. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർ കൊച്ചിനെ ചുമന്നുണ്ടാക്കേണ്ടി വരികയില്ലേ? അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് കുട്ടിക്ക് അമ്മയ്ക്കും രാഷ്ട്രം തീറ്റി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അതാണ് രാഷ്ട്രത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഡോക്ടർമാർക്കെല്ലാം വളരെ റാഷണലായിട്ടുള്ള ഉപദേശമാണ് കൊടുക്കണം. അപ്പോൾ അവർ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു ടെർമിനേറ്റ് എന്ന് പറയും. പക്ഷേ ഇത് ആരോടാണ് പറഞ്ഞിരിക്കണത്? ഒരു വിശ്വാസിയോടെ പറഞ്ഞിരിക്കണത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ പറയുന്ന ബുദ്ധിയുടെ അപ്പുറത്ത് അവർ വേറെ ഒരു ശക്തിയെ കാണുന്നുണ്ട്. ഇതിന് നമുക്കറിയാം, ദൈവം സാന്നിധ്യം നൽകണത് ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിലാണ്. ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിൽ നമ്മൾ ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിലും അനുഭവതലത്തിൽ നമ്മൾ അത് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടണത് ശക്തിയും ജ്ഞാനവുമാണ് ദൈവം. ഇപ്പോൾ ഈശോയുടെ വചനം തന്നെ കേൾക്കാമല്ല, ഇപ്പോൾ 1 Corinthians 1:24 ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 Corinthians 1:24 ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പോൾ ക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പോൾ ദൈവത്തിൽ നമുക്ക് 2 കാര്യം കിട്ടും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയത്തിൻ്റെ ആശയ പരിസരം. ഇപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കണം, ആദ്യം എന്ത് ചെയ്യണം? ടേബിൾ വരക്കണം, അല്ലേ? അതിൻ്റെ അപ്പോൾ വീടാണെങ്കിൽ പ്ലാൻ ഉണ്ടാക്കണം, അല്ലേ? അതാണ് ജ്ഞാനം എന്ന് പറയണത്. ഇപ്പോൾ ഈ ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദൈവം ഇതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കണം, സ്കെച്ചും പ്ലാനും ഉണ്ടാക്കണം. എന്നിട്ടാണ് അതിൻ്റെ അകത്ത് മാറ്റർ ഫില്ല് ചെയ്യണത്. അപ്പോഴേ അതുപോലെ തന്നെ അത് പ്രയോഗമെന്ന് പറയും. ഇപ്പോൾ ആദ്യം സിദ്ധാന്തം, പിന്നെ പ്രയോഗം. അതാണ് ജ്ഞാനവും ശക്തിയും. ശക്തിയാണ് പ്രയോഗം വരണത്. ദൈവം പവറായതുകൊണ്ട് പ്രയോഗം ശക്തിയിൽ വരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മുടെ ബോഡിയിലാണ് ഈ ശക്തി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഹീലിംഗ് ആയിട്ട് വരും. അതിനൊരു മീഡിയമായിട്ടാണ് ഉടമ്പടി തലം ഉപയോഗിക്കുന്നത്. ഉടമ്പടി തലം ഉപയോഗിക്കത്തില്ലേ? ഉടമ്പടി തലം ഞങ്ങൾ അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇൻകൾക്കേറ്റ് ചെയ്യണത്? അത് കർത്താവ് നൽകിയ വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ പരമാധികാരത്തിൽ കർത്താവ് ആശീർവാദ അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആശീർവാദ അനുഗ്രഹം ചില അച്ഛന്മാർ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ആ പള്ളിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വെഞ്ചരിച്ച് കൊടുക്കാനേ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ ആശീർവാദ അനുഗ്രഹം എല്ലാത്തിനും ഉപയോഗിക്കുമായിരുന്നു, എല്ലാത്തിനും. കാര്യം എനിക്കത് കിട്ടിയത് ഞാൻ പഠിക്കുന്ന കാലത്ത് ജോൺ പോൾ മാർപ്പാപ്പ വത്തിക്കാൻ്റെ അരമനയുടെ മുകളിൽ ഈ അറ്റ്ലാന്റിക് സമുദ്രം കൂവിക്കുത്തി ഉയർന്നു വന്നിരുന്നു, ഇറ്റലിയെ വിഴുങ്ങണ പോലെ. അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ അരമനയിൽ നിന്നുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മേൽ കൈ ഉയർത്തിക്കൊണ്ട് സമുദ്രത്തെ ആശീർവദിച്ചു. ഇത് 1983-84 ഇത് സംഭവിക്കുന്നത്.
ഇത് എന്നെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്ത് എനിക്കൊരു ഒരു തുറവ് കിട്ടി. എന്താ കാര്യം? ഇത്രയും ധൈര്യമായിട്ട് സമുദ്രത്തിൻ്റെ മേൽ കൈ ഉയർത്താൻ കർത്താവിൻ്റെ പുരോഹിതനെ മാത്രമേ കഴിയത്തുള്ളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രയോഗത്തിൽ വരുത്തുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് ഈശോയിൽ നിന്ന് കിട്ടിയതാണ്. ലോക ചരിത്രത്തിലെ ഈശോ മാത്രമേ ശബ്ദത്തെ ശാസിച്ച് ശാന്തമാക്കിയിട്ടുള്ളൂ. ഈ അധികാരമാണ് അപ്പോസ്തലന്മാർക്ക് കൈമാറിയിരിക്കുന്നത്. ചിലരത് ജോൺ പോൾ മാർപ്പാപ്പ പോലുള്ള ആൾക്കാരെ ആ അഭിഷേകത്തിൻ്റെ മുഴുവൻ പൂർണ്ണ തോതിൽ ഉപയോഗിക്കുന്ന ആളാണ്, പൂർണ്ണ തോതിൽ. പിന്നെ ചിലർ ഫങ്ഷനിലായിട്ട് അവർക്ക് അവരുടെ ലിമിറ്റേഷനിലുള്ള വിഷയങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ആശീർവാദം ജനങ്ങളെ ആശീർവദിക്കാൻ, അല്ലാതെ ഓരോരുത്തരെ ആശീർവദിച്ച് പൊട്ടടിക്കാൻ വേണ്ടി ദൈവം തന്നെ അതല്ല. ആശീർവാദം ജനങ്ങളെ പൊതു നന്മയ്ക്കാണ്. പൊതു നന്മ. ശ്രദ്ധിക്കട്ടെ. കൊരിന്തോസ് 12:7 ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാണെന്നല്ല, മനസ്സിലായില്ലേ? പൊതു നന്മ, അതായത് മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും കടലിലെ ജീവങ്ങളും എല്ലാം ആശീർവദിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പക്ഷിപ്പനി വന്നു, ആ ഒരു പക്ഷികൾ അല്ലെങ്കിൽ കടലിൽ തന്നെ സൂക്ഷ്മജീവികൾ, നമുക്കറിയാമല്ലോ, പ്ലാന്റൻസ് പോലുള്ള സൂക്ഷ്മജീവികളില്ലേ, അത് സമുദ്രം കലങ്ങി അതിന് വിഷാംശം കെമിക്കൽ കൂടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റൻസ് എല്ലാം മരിച്ചു. സൂക്ഷ്മജീവികളാണ്, ഏകകോശ ജീവികളെ പോലെയുള്ള ആൽഗ പോലുള്ള ടൈപ്പ് സാധനം സൂക്ഷ്മജീവികൾ നമുക്ക് കടലിൽ കാണാം. നിങ്ങൾക്ക് അതിങ്ങനെ 10,000 കൂടുമ്പോൾ ഒരു പച്ച പദവ് പോലെ ഇങ്ങനെ കടലിൽ കാണും. നമ്മുടെ കടലിലും ഉണ്ടത്, ഞാൻ കണ്ടിട്ടുണ്ടത്. അതായത് അങ്ങനെ ഈ പ്ലാന്റൻസ് എങ്ങാനും സമുദ്രത്തിൻ്റെ രാസവ്യത്യാസം വന്ന് അപ്രത്യക്ഷമായാൽ ജീവജാലങ്ങളും നമ്മളും മരിക്കും ഉറപ്പായിട്ട്. അത്രയും ഇൻ്റർകണക്റ്റഡാണ് സംഭവം. പൊതു നന്മയെന്ന് പറയുമ്പോഴേ എവിടം വരെ ചെല്ലുന്നുണ്ടെന്ന് അറിയാമോ? ഈ പ്ലാന്റൻസ് പോലും സമുദ്രം പോലും നന്മയ്ക്ക് വേണ്ടി ആശീർവദിക്കണം. പണ്ട് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും 10 കൊല്ലം അടുപ്പിച്ച് ഞാൻ 901 തൊട്ട് 990 തൊട്ട് 2000 വരെ കടൽ ആശീർവദിക്കാൻ പോകുമായിരുന്നു. കടലിൽ വള്ളമെടുത്ത് കടൽ ആശീർവദിക്കാൻ പോകും. അപ്പോഴേ എന്ത് സംഭവിക്കണം വെച്ച് കഴിഞ്ഞാൽ, ഈ സൂക്ഷ്മജീവികളെ കഴിച്ച് കഴിയുന്ന കുഞ്ഞു മീനുകളുണ്ട്. ആ കുഞ്ഞു മീനുകൾ കഴിക്കുന്ന നെത്തോലിയുണ്ട്. നെത്തോലിയെ ചെമ്മീൻ കഴിക്കുന്ന മറ്റ് ചാള, അയില പോലുള്ള അയിലയെ കഴിക്കുന്ന തിമിംഗലങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ചത്തുപോകും. പ്ലവൻ ചത്ത എല്ലാം ചത്തുപോകും. അതാണ് നമ്മൾ നിസ്സാര കാര്യമല്ല ശരിക്കും. അപ്പോഴേ ഇതെല്ലാം എപ്പോഴും ആശീർവദിക്കുകയും ജീവജാലങ്ങളുടെ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് ലോകത്തിൽ മുഴുവനും ഉണ്ടാകുന്ന ഇതുപോലെ പ്രകൃതി നാശത്തിനെതിരെ, ഉണ്ടാകുന്ന രാസമാറ്റങ്ങൾക്കും എതിരെ, അതിനുണ്ടാകുന്ന പലതരം വേസ്റ്റേജുകൾ, സമുദ്രം ഒരു കുപ്പക്കൂനയാക്കി മാറ്റുന്ന അവസ്ഥകൾ, അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ജ്ഞാനവും ബുദ്ധിയും ദൈവത്തിൻ്റെ ശക്തിയും നേതാക്കന്മാർക്കും ജനങ്ങൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും നൽകുന്നതിന് വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രയിച്ചിടാ